നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ചെയ്യുന്നത്. മേടം മുതൽ ധനു വരെയുള്ള രാശിക്കാരുടെ സമ്പൂർണ്ണ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് മകരക്കൂറുകാരുടെ വ്യാഴ രാശിമാറ്റ ഫലത്തെ ചിന്തിക്കാം. നവഗ്രഹങ്ങളിൽ ഫലദാന വിഷയത്തിൽ ഗ്രഹചാരവശാൽ വ്യാഴമാണ് ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത്. മറ്റ് ഗ്രഹങ്ങളൊക്കെ അതിനുശേഷമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കൂറുകാർക്കും ഫലങ്ങളെ മാറി മറിയുന്നതിന് അവസരം നൽകുന്നതാണ്. ഗ്രഹചാരവശാൽ ദോഷഫലങ്ങൾ പറയുന്നവർ പൊതുവെ അവരുടെ ജാതകപ്രകാരം ദശാകാലം അനുകൂലമാണെങ്കിൽ ആ ദോഷങ്ങൾക്ക് കാഠിന്യം കുറയുന്നതാണ്. അതേപോലെ തന്നെ ദശാകാലവും അതീവ മോശമാണ് എങ്കിൽ ദോഷഫലങ്ങൾക്ക് കാഠിന്യം വർദ്ധിക്കുന്നതാണ്. അത്തരത്തിൽ ദശാകാലം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുകൂടി ചേർത്ത് വായിച്ചുകൊണ്ട് വേണം പൂർണ്ണമായിട്ട് ഒരു ഫലത്തെ വ്യക്തിയുടെ നിർണ്ണയിക്കാൻ. നാം ഇപ്പോൾ പറയുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്ര ഫലമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇന്ന് പറയുന്നത് മകരക്കൂറുകാരുടെ വ്യാഴ രാശിമാറ്റ ഫലമാണ്. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 4-ാം ഭാവത്തിൽ നിന്ന് 5-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 5-ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ, ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. സുതേ അശ്വക്ഷാത്മജഃ ഹേമരത്ന തരുണീ വാസഃ ഗൃഹാപ്തിഹി എന്നാണ് 5-ൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ പറയുന്നത്. അതായത് കുതിര, കാള തുടങ്ങിയ മൃഗസമ്പത്ത് ഒക്കെ ലഭിക്കുന്നതിന് സഹായകരമാണ്. കൂടാതെ സ്വർണം, ആഭരണം തുടങ്ങിയ ലാഭമുണ്ടാകുന്നതിന് അനുകൂല സമയമാണ്. സന്താന പ്രാപ്തിക്കും അനുകൂല സമയമാണ്. അതുകൂടാതെ വീട് വെക്കുന്നതിനുമൊക്കെ അനുകൂലമാണ്. വീട് പണി പൂർത്തിയാക്കുന്നതിനുമൊക്കെ അനുകൂല സമയമാണ്. അതോടൊപ്പം തന്നെ വസ്ത്രാഭരണാദി ലാഭവും ഉണ്ടാകുന്ന സമയമാണ്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കാൻ പോകുന്ന സമയമാണ് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിലൂടെ ലഭിക്കുക. തൊഴിൽ മേഖലയിലൊക്കെ അധ്വാനത്തിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കാൻ കാരണമാകും. തൊഴിലിലൊക്കെ മനസ്വസ്ഥത കുറവ് ഉണ്ടായിരുന്ന മകരക്കൂറുകാർക്ക് അതൊക്കെ ഒന്ന് മാറി തൊഴിലൊന്ന് സ്വസ്ഥമാകുന്നതിനുള്ള സഹായം ലഭിക്കുന്നതാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭൂമി ക്രയവിക്രയമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മനസ്സിന്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നിലനിർത്താൻ സാധിക്കുന്ന സമയമാണ്. പൊതുവെ സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടുന്ന സമയമാണ്. ശത്രുക്കളൊക്കെ പരാജയപ്പെടുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. തൊഴിലിലൊക്കെ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. കലാകാരന്മാർക്ക് നിരവധിയായിട്ടുള്ള അംഗീകാരവും ആദരവും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ദശാകാലം കൂടി അനുകൂലമായാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളും മകരക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മകരക്കൂറുകാരുടെ സമ്പൂർണ്ണ വ്യാഴരാശിമാറ്റ ഫലവുമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് കുംഭക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.